ഡെയിലി വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ വരുത്തുന്ന 14 മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ചേട്ടാ, ഞാൻ വാട്സപ്പൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം, ഞാനൊരു മിസ്റ്റേക്കും വരുത്തുന്നില്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ വരട്ടെ. ഈ 14 മിസ്റ്റേക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും 1-2 മിസ്റ്റേക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തുന്നുണ്ടാവും. ഇതിൽ പല മിസ്റ്റേക്കുകളും ഒരു മിസ്റ്റേക്ക് ആണെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നത് ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ, നോക്കിയോ. അക്നോളജ് റെസിപ്റ്റ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ചെയ്യാത്ത സംഭവമായിരിക്കും. അക്നോളജ് മെസ്സേജ് വന്നു, ഒരാൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിട്ട് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യും ഓക്കെ ഞാനത് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങ് പോവും. അപ്പോൾ ഇത് അയച്ച ആൾക്ക് നീ കണ്ടോ, നിനക്കത് മനസ്സിലായോ, നീ അത് വായിച്ചോ, എന്താണ് ഉദ്ദേശിച്ചതെന്നൊന്നും ഒരു ഐഡിയ കിട്ടാതെ അയാൾ ഇങ്ങനെ നിൽക്കും. സംഭവം ബ്ലൂടിക്ക് വന്നിട്ടുണ്ടോ, അപ്പോൾ അയാൾക്ക് മനസ്സിലായി നിങ്ങൾ കണ്ട്, പക്ഷേ എന്താണോ റെസ്പോണ്ട് ചെയ്യാതിരുന്നതെന്ന് പലപ്പോഴും അയാൾ ചിന്തിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനത് കണ്ടല്ലോ, റിപ്ലൈ ചെയ്യേണ്ടല്ലോ എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ റിപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്ത് പിടിച്ച് അതുമ്പോൾ ഒരു തംസപ്പ് അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, ഗോട്ട് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ്, വിൽ ഡു ദ നീഡ്ഫുൾ, എന്തെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ആ ഒരു മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മെസ്സേജ് വായിക്കുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് വായിച്ചു എന്നുള്ളതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് അയച്ച വ്യക്തിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം. അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വാട്സപ്പ് കോൾ എന്ന് പറയുന്ന ഒരു സംഭവം അവൈലബിൾ ആണ് അല്ലേ. നോർമലി എല്ലാവരും നോർമൽ കോൾ വിളിക്കുന്നത് പോലെ വാട്സപ്പിലാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു ജോലിയുടെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നെവർ എവർ നിങ്ങൾ വാട്സപ്പിൽ ഒരാളെ കോൾ ചെയ്യരുത്. നിങ്ങൾക്ക് മറ്റേ നോർമൽ കോൾ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിനെ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്യുക. വാട്സപ്പിൽ ഒരിക്കലും കോൾ ചെയ്യരുത്. കാരണം കമ്പനികൾ വാട്സപ്പിൽ നിന്ന് വരുന്ന കോളുകളെ ഒന്നും ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോളായിട്ടല്ല കണക്കാക്കുന്നത്. നമ്മളൊരു മെസ്സേജ് അയച്ചു, അവർ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ നമുക്ക് കോൾ വരും. ആ നമ്പറിൽ നിന്ന് കോൾ വരാൻ ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ, അവർ അയച്ച മെസ്സേജ് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ അയച്ച മെസ്സേജ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അപ്പം തന്നെ അതെടുത്ത് നോക്കും. കറക്റ്റ് അല്ലേ? അല്ലാതെ നമ്മളിങ്ങനെ ഫുൾ ടൈം അവരെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ക്ലിയർ ആയില്ലേ? അപ്പം നമ്മളെപ്പോഴും അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രൊഫഷണൽ സ്പേസ് ആണത്. അപ്പം നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരത് കണ്ടിട്ട് റിപ്ലൈ തരട്ടെ. ഇൻ കേസ് അവരത് കണ്ടു റിപ്ലൈ വന്നില്ലെങ്കിൽ വിത്തിൻ 24 hours നമുക്ക് അറിയിക്കാം, സാർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു, അതിനെന്തെങ്കിലും അപ്ഡേറ്റ്സ് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്കൊരു റിമൈൻഡർ അയക്കാം. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ വാട്സപ്പിൽ കോൾ ചെയ്ത് ചോദിക്കരുത്, അല്ലെങ്കിൽ കോൾ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. ക്ലിയർ? ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുത്തുന്ന ആ 14 മിസ്റ്റേക്കുകൾ, ആ 14 കുഴപ്പങ്ങൾ, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്, നമുക്ക് ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വാട്സപ്പ് കാരണം നിങ്ങളുടെ ജോലിയിൽ കിട്ടാവുന്ന പണികൾ, പ്രശ്നങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഭവമാണ് പ്രൊഫൈൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഫൈൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പ് നമ്മുടെ പേഴ്സണൽ വാട്സപ്പ് തന്നെയായിരിക്കും. എന്നിരുന്നാൽ പോലും ജോലിയുടെ ആവശ്യത്തിന് ആ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ വേണം നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇടുന്നത് പോലെ ഒരു ഫ്ലവറിൻ്റെ പടം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ പടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ട്, അങ്ങനെയൊക്കെ ഇടുന്നതിന് പകരം നിങ്ങളാണ് ആ വാട്സപ്പ് ഉപയോഗിക്കുന്നത്, നിങ്ങളാണ് ആ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ ഇടുന്നതായിരിക്കും എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുന്നത്. രണ്ടാമത്തത് സ്റ്റാറ്റസ് മെസ്സേജാണ്. സ്റ്റാറ്റസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വായ തോന്നിയ ഡയലോഗ് നമ്മൾ സ്റ്റാറ്റസിൻ്റെ മെസ്സേജായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അതിന് പകരം അവൈലബിൾ എന്നോ ബിസിന്നോ അറ്റ് വർക്ക് എന്നോ എന്നുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്താണ് നമ്മളൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണം, നമ്മളൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പോകണം. എങ്ങനെ മെസ്സേജ് അയക്കും? സ്റ്റാർട്ട് വിത്ത് എ ഗ്രീറ്റിംഗ്. നമ്മൾ എപ്പോഴും ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കാതെ അവരോട് ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള ജസ്റ്റ് ഒരു 1-2 വാചകങ്ങൾ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഡയലോഗ് നിങ്ങൾ അവരോട്, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങൾ അവർക്ക് അയക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അടുത്താണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ, നിങ്ങളൊരു ജോലിയുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റിൻ്റെ ലീഡ് കിട്ടി. അപ്പോൾ നിങ്ങൾ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഹലോ സാർ, ഇത് ഇന്നൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം നടക്കുന്നുണ്ട്, ഒന്നിട്ട് കാണാൻ പറ്റുമോ, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മൾ മെസ്സേജ് അയക്കും. പക്ഷേ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഹായ് സാർ, ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ഷിജു തോമസ് ഫ്രം സോ ആൻഡ് സോ കമ്പനി, ഇങ്ങനെ 2 ഡയലോഗ് പറയണം. അതിനുശേഷം ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഈ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. അതായത് ഹലോ സാർ, ഗുഡ് മോർണിംഗ് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ നിന്നാണെന്ന് പറഞ്ഞു, താങ്കൾക്ക് സുഖമാണെന്നും താങ്കൾ അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ഒഫീഷ്യൽ ഒരു ഗ്രീറ്റിങ്ങും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം.
ക്ലിയർ ആയല്ലോ? ബി ക്ലിയർ ആൻഡ് കൺസൈസ്. അതായത് ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഒരു പാരഗ്രാഫ് ഒന്നും ടൈപ്പ് ചെയ്ത് അയക്കാതെ 2-3 സെൻറ്റൻസിൽ കാര്യം ക്ലിയർ ആയിട്ട് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു വേണം നമ്മൾ മെസ്സേജ് അയക്കാൻ. നമ്മൾ വലിയൊരു പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഇത് മുഴുവൻ അവർ വായിക്കണമെന്നില്ല, രണ്ടാമത് ഇത് മുഴുവൻ അവർ വായിച്ചാൽ അവർക്കത് മുഴുവനായിട്ട് മനസ്സിലാകണമെന്നില്ല, മൂന്നാമത് അവരെ നമ്മളെ തന്നെ കാണുമ്പോൾ ഇവനെ ഒരു നീട്ടി പിടിച്ച ഒരു പാരഗ്രാഫ് ഒരു എസ്സേ അയക്കും, അത് മുഴുവൻ വായിക്കാൻ നിൽക്കണം എന്നുള്ള ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് യൂസ് പ്രോപ്പർ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണം, ഇതിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു സ്പെല്ലിംഗ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ഫോണുകളിലും ഓട്ടോ കറക്ഷൻ എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ ഓട്ടോ കറക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച വാക്ക് തന്നെയാണോ വരുന്നത്, അല്ലെങ്കിൽ അത് തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ അല്ലെങ്കിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്നത് ഭയങ്കര ഇവന് ഇംഗ്ലീഷ് വലിയൊരു പിടിപാടില്ലാത്ത ഒരാളാണ് കേട്ടോ എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 6ാമത്തെ പോയിൻ്റാണ് റെസ്പെക്ട് ബിസിനസ് അവേഴ്സ്. നിങ്ങളൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9 മണിയാണ് ഒരു പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ. 9:10 കുഴപ്പമില്ല കേട്ടോ. വൈകിട്ട് ഒരു 6 മണി, മാക്സിമം 6:30. അതിൻ്റെ മുകളിൽ നിങ്ങളൊരു ഒഫീഷ്യൽ കാര്യത്തിന് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാനോ അവർക്ക് മെസ്സേജ് അയക്കാനോ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി 10 മണി നമ്മൾ ഓർമ്മ വന്നിട്ടുണ്ടാവാം, നാളെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അയാളെന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാം. അത് മൂപ്പരുടെ പേഴ്സണൽ ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. നാളെ ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അലാറം സെറ്റ് ചെയ്തതിന് ശേഷം നാളെ അവരെ ബിസിനസ് അവേഴ്സിൽ വിളിച്ച് ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ബിസിനസ് അവേഴ്സിൽ മാത്രം മെസ്സേജ് അയക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്, ഞാൻ ഇപ്പോൾ റിപ്ലൈ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ മെസ്സേജ് അയച്ചിടുന്നെന്ന് മാത്രമേ ഉള്ളൂ, അവർ ഓഫീസ് ടൈമിൽ ഫ്രീ ആകുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ തന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ നിങ്ങൾക്ക് റിപ്ലൈ തന്നാലും തന്നില്ലെങ്കിലും ഒരു ബിസിനസ് അവേഴ്സ് അല്ലാത്തൊരു ടൈമിൽ മെസ്സേജ് വരുമ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ കാണുമ്പോൾ അവർ ചിന്തിക്കുന്ന അവർ നിങ്ങളെപ്പറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇമേജ് ഉണ്ട്. ഇതാണ് ഇവനൊരു പ്രൊഫഷണൽ എന്ന നിലയിൽ പെരുമാറാത്തത്, എന്തുകൊണ്ടാണ് അവൻ ഈ ടൈമിൽ നമുക്കൊരു മെസ്സേജ് അയക്കുന്നത്. ഒരു പക്ഷേ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ റിപ്ലൈ അയക്കാതിരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അപ്പുറത്തുനിന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ ഫോഴ്സ്ഫുള്ളി അത് തുറക്കുകയും അതിന് നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരേണ്ട ഒരു ആവശ്യം വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും ബിസിനസ് അവേഴ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 7ാമത്തെ പോയിന്റാണ് കേട്ടോ, സ്റ്റേ പ്രൊഫഷണൽ ഇൻ ടോൺ. അതായത് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹേ ബഡി വാട്സാപ്പ്, ഹൗസ് എവറിത്തിങ്, അങ്ങനെ നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലോസ് അല്ലാത്ത അല്ലെങ്കിൽ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്തരത്തിലൊരാളോട് ഒരിക്കലും ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല. എപ്പോഴും ഒരു പ്രൊഫഷണൽ ടോണ് നമ്മുടെ മെസ്സേജിൽ കീപ്പ് ചെയ്യണം കേട്ടോ. അടുത്താണ് റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി. ഒരു മെസ്സേജ് വന്നു, നമുക്ക് റിപ്ലൈ അയക്കാൻ പറ്റില്ല, നമ്മൾ ഓക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് പോയെങ്കിൽ പോലും നമ്മൾ വിത്തിൻ 24 hours വിത്തിൻ 1 day നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്ലൈ, നമുക്കത് പറ്റുന്ന കാര്യമാണെങ്കിലും പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മൾ അയക്കണം. 24 hours നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ അത് എങ്ങനെ പറ്റാത്ത കാര്യമാണെന്ന് അവരോട് പറയും, ഞാനത് പിന്നെ നോക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പറയാതിരിക്കുന്നതിനേക്കാളും നല്ലത് വിത്തിൻ 24 hours എടാ ഇങ്ങനൊരു സംഭവം നീ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സംഭവം, അല്ലെങ്കിൽ സാർ ഇങ്ങനൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, അത് വർക്കൗട്ട് ആവില്ല കേട്ടോ, നമ്മളത് ട്രൈ ചെയ്തു, നമുക്കത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ പറയാം സാർ ഇങ്ങനൊരു സംഭവം പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഇന്ന കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കേൾക്കുമ്പോൾ അവർക്ക് മുഷ്ടിൽ തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അവർ ചിന്തിക്കുക ഓക്കെ അവനൊരു പ്രൊഫഷണലാണ്, അവൻ പ്രോപ്പറായിട്ട് വിത്തിൻ 24 hours നമുക്ക് മാന്യമായൊരു റിപ്ലൈ തന്നു. ആ റിപ്ലൈ എന്തോ ആയിക്കോട്ടെ, അതുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അതിന് ശേഷം വെക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴായാലും വിത്തിൻ 24 hours ഒരു പ്രോപ്പർ റിപ്ലൈ കൊടുത്തിരിക്കണം. അടുത്തതാണ് യൂസ് മീഡിയ അപ്രോപ്രിയേറ്റ്ലി. എന്താണ് സംഭവം? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ സംഭവം മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനുണ്ട്. 150 MB 200 MB അല്ലെങ്കിൽ 1 GB അങ്ങനെയുള്ള വലിയ ഫയലുകളൊന്നും ഒരിക്കലും അയക്കരുത്. ഒരു 3 to 5 MB മാക്സിമം ഉള്ള സൈസുള്ള ഫയലുകൾ മാത്രമേ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കൂട്ടുകാർക്ക് ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്ന പോലെയല്ല ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ലാർജ് ഫയൽ അയക്കുന്നത്. കാരണം പലപ്പോഴും അവർ മൊബൈൽ ഡാറ്റയിലാണെന്നുണ്ടെങ്കിൽ അവർ ആ മെസ്സേജ് കാണിക്കുക നോക്കുമ്പോൾ 100 MB ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കരുതി അവർ ഡൗൺലോഡ് ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ ആ മെസ്സേജ് അവർ പ്രോപ്പറായിട്ട് കാണുകയും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്താണ് ഫോളോ അപ്പ് വെൻ നെസസറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അക്നോളജ് എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചു, അയാളത് കണ്ടു, അയാൾ റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് മെസ്സേജ് അയക്കും. നമ്മളെപ്പോൾ അയക്കും? ഒരു
ഒരു പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് 24 hours എന്ന് പറഞ്ഞ പോലെ ഒരു 24 hours ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാർ ജസ്റ്റ് എ കൈൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സാർ കൈൻഡ് റിമൈൻഡർ, സാർ പ്ലീസ് ചെക്ക്, പ്ലീസ് കൺഫേം, പ്ലീസ് ലെറ്റ് മീ നോ എന്ന് പറഞ്ഞിട്ട് അയച്ചുകൊണ്ടിരിക്കരുത്. കാരണം അങ്ങനെ അയക്കുന്നത് നമുക്കൊരു പ്രൊഫഷണലിസം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നത് പോലെ മറ്റൊരാൾക്ക് തോന്നും. ആ വ്യക്തി എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പിന് ഒരു 24 hours ടൈം കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അത് സംഭവം കേട്ടോ. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. നിങ്ങളൊരു ജോലിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനായാലും നിങ്ങളൊരു സ്ഥാപനത്തിൽ പോകുന്നു, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടാനായി നിങ്ങൾക്ക് ആ ഒരു അവസരം കിട്ടാനായിട്ട് യാതൊരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ല. പക്ഷേ അവിടെയുള്ള ഒരു ജോലിക്കാരൻ നിങ്ങളോട് പറയാണ്, എന്ത് പറയാണ്, ഞാനൊരു വേറൊരു ഓപ്ഷനിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് സാധിച്ചെടുക്കാം, പക്ഷേ കുറച്ച് ചിലവുണ്ടിട്ടാ, അങ്ങനെ പറയുകയാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഡീൽ ആവശ്യമാണ്, നിങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. പക്ഷേ നേരായ മാർഗ്ഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ബെറ്റർ ഓപ്ഷൻ അപ്പുറത്ത് വേറെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു കണ്ടീഷനിൽ കൂടെ ഈ ഒരു ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കിട്ടാം. അപ്പോൾ ഇത്തരത്തിലൊരു ഡീലൊക്കെ നമ്മൾ ഉറപ്പിച്ചു എന്ന് വിചാരിക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഡീൽ ചെയ്ത വ്യക്തിയോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ തോന്നുന്നതെന്നറിയോ, ഇവൻ നമുക്ക് നാളെ ഒരു പണിയാവോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനിത് വാട്സപ്പിൽ അയച്ച് പ്രൂഫാക്കിയിട്ട് നാളെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്ന് പലപ്പോഴും അദ്ദേഹം ചിന്തിക്കുകയും നിങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഉപകാരം പോലും പുള്ളിക്കാരൻ വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും നമ്മളൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ക്ലോസ് കോൺവെർസേഷൻ പ്രൊഫഷണലി. ക്ലോസ് കോൺവെർസേഷൻ പ്രൊഫഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺവെർസേഷൻ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, ഐ റിയലി അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കും. കാരണം ഇനി ആരാണ് മറുപടി പറയേണ്ടത്, ഇനി ആരാണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് ക്ലിയർ ആവാത്ത രീതിയിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ഓർ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം, ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഡിസ്കസ് വിത്ത് യു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു 10-15 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വാട്സപ്പിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റുകളാണെന്ന് നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ അറിയുന്നുണ്ടാവുക. ഇത്രയും പറഞ്ഞ പോയിന്റുകളിൽ ഏറ്റവും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ഈ വീഡിയോയിൽ പറഞ്ഞ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത ഏതെങ്കിലും വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.